അങ്ങനെ ശ്രുതിയുടെ കള്ളത്തരം നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കയ്യോടെ പൊക്കുകയാണ് കേട്ടോ. അവളെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് തടി ഊരി പോകണം എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ. അതിനവൾ പഠിച്ച പണി 18 നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ചെന്നിട്ട് എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കുകയാണ്. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വേറൊരു ഡോക്ടറിനെ കണ്ടതാണ്, കുഞ്ഞിന് എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു കുഞ്ഞാന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതൊക്കെ ഇങ്ങനെ തള്ളി വിടുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, അമ്മേ അപ്പം പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എടാ നിൻ്റെ കുഞ്ഞല്ലേടാ അവിടെ വയറ്റിൽ കിടക്കുന്നത്, അപ്പം പിന്നെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിൻ്റെ സുരക്ഷിതത്വമൊക്കെ നമ്മളല്ലേ ഉറപ്പുവരുത്തേണ്ടത്. അതുകൊണ്ട് ഒന്നും കൂടെ ചെക്കപ്പൊക്കെ നടത്തുന്നതിന് എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. ശ്രുതിക്ക് മനസ്സിലായി ചന്ദ്രമതി രണ്ടും കൽപ്പിച്ചാണെന്ന്. അങ്ങനെ അവൾ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാമെന്നിങ്ങനെ വിചാരിക്കാൻ കേട്ടോ. ചന്ദ്രമതിക്ക് മനസ്സിലായി, സച്ചിക്കും മനസ്സിലായി, ഈ ഒരു കള്ളത്തരം കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള കാര്യം. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയുടെ കർണക്കുറ്റി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ കേട്ടോ. ശ്രുതി അപ്പോൾ ഒന്നും അറിയാത്ത പോലെ, അമ്മ എന്തിനാ അവളെ അടിച്ചത്, അവളിപ്പോൾ ഒരു ഗർഭിണി കൂടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എൻ്റെ കുഞ്ഞോടെ വയറ്റിൽ കിടക്കുക, അമ്മ എന്ത് ഈ കാണിക്കുന്നതെന്നൊക്കെ പറയാണ്. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്, എടാ പൊട്ട, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ, ഇവളിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടാൽ തന്നെ അറിയില്ലേ ഇവള് ഗർഭിണി അല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടതെന്ന് പറയാൻ കേട്ടോ. ശ്രുതിയാണെങ്കിൽ കണ്ണുകളൊക്കെ നിറഞ്ഞിങ്ങനെ ചുവന്ന് തൊടുത്തിരിക്കുകയാണ് അവൻ്റെ കണ്ണുകൾ. എന്നിട്ട് ശ്രുതിയുടെ നേരെ വന്നിട്ട് പറയാണ്, നീ എന്നെ ചതിച്ചു, ഇത്രയും നാളും കള്ളങ്ങൾ പറഞ്ഞ് വഞ്ചിച്ചു, പക്ഷേ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് നീ ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനിപ്പോൾ മനസ്സുകൊണ്ട് പോലും ഞാൻ നിന്നെ ഇനി ഞാൻ ഓർക്കില്ല, ഞാൻ നിന്നെ വെറുത്ത് തുടങ്ങാൻ പോവാന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയാനാണ്. അയ്യോ ശ്രുതി, അങ്ങനെ കടുങ്കട്ടിയുള്ള വാക്കുകളൊന്നും എന്നോട് പറയല്ലേ, എനിക്ക് ശ്രുതി എന്ന് വെച്ചാൽ ജീവനാണ്, ശ്രുതിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കള്ളങ്ങളൊക്കെ പറഞ്ഞതെന്ന് ശ്രുതി പറയാൻ കേട്ടോ. ഇനി നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് അവർ കാറിൽ കയറി ഇങ്ങനെ പോവാൻ കേട്ടോ. എന്നാൽ അപ്പോൾ തന്നെ ഡോക്ടർ ഉള്ളിൽ നിന്ന് വിളിക്കാൻ കേട്ടോ, ശ്രുതി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്. അല്ല ശ്രുതിയാണെങ്കിൽ എന്തായാലും അവർ പോയല്ലോ, ഇനി എന്തിനാ ഇവരെ എന്നെ വിളിക്കുന്നത്, ഇനി ഇവർക്ക് എന്താ അറിയാനാന്ന് പറയണം. അപ്പം നേഴ്സ് നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ ഉള്ളിലോട്ട്. അവളപ്പോൾ കൂടെ പോകുന്നുണ്ട്, എൻ്റെ വീട് എനിക്ക് പോകണമെന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കേട്ടോ ശ്രുതിയെ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഡോക്ടർ അപ്പോൾ ശ്രുതിയോട് പറയണം, അവർ വാർത്ത പറയണം, നിങ്ങളിപ്പോൾ 2 മാസം പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമാണ് കേട്ടോ ശ്രുതിയോട് പറയുന്നത്. അപ്പോൾ ശ്രുതി തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഞാൻ ഗർഭിണിയാണെന്നോ, ഇതെന്താ ഈ ഡോക്ടർക്ക് ഇങ്ങനെ വല്ല പെശക് വല്ലതും പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ എല്ലാത്തിനും ഭയങ്കര പേടിയാണ്, ഇവിടെ വന്നിരുന്നപ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നല്ലോ എന്ന്. അങ്ങനെ ശ്രുതിക്കാണെങ്കിൽ ആ റിപ്പോർട്ട് കണ്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. അതെ, താനൊരു അമ്മയാണെന്നുള്ള കാര്യം അവൾ തിരിച്ചറിയുകയാണ്. പക്ഷേ ആ ചന്ദ്രമതിയും ശ്രുതിയും ഒന്നും ഇത് മനസ്സിലാക്കാതെ പോയി. എന്തായാലും താൻ പറഞ്ഞ ഒരു കള്ളത്തിന് സത്യമായി മാറുകയാണ്. ശ്രുതി ഉടനെ തന്നെ ഈ ഒരു വിവരം മീരയെ വിളിച്ച് പറയാണ്, മീര നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വരണമെന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പം മീരയാണെങ്കിൽ അയ്യോ എന്ത് പറ്റി ശ്രുതി എന്നിങ്ങനെ ചോദിക്കുകയാണ്. എടി അത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലോട്ടാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പം മീരയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് പറയണം, അയ്യോ ആ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എടി അതൊന്നുമല്ല, നീ ഇങ്ങോട്ട് നീ നേരിട്ട് കണ്ടിട്ട് പറയാമെന്ന് പറയാണ്. അങ്ങനെ മീര അവിടെ വരിക കേട്ടോ. എന്നിട്ട് അവർ രണ്ടും കൂടെ ആ റിപ്പോർട്ട് നോക്കുകയാണ്, മീരേനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും മീരയാണെങ്കിൽ മീരയ്ക്ക് ഭയങ്കര സന്തോഷം, ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ശ്രുതി പറയാണ്, എടി പക്ഷേ ഈ ഒരു വിവരം അറിയുന്നതിനെക്കാട്ട് മുന്നേ തന്നെ ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് വിചാരിച്ച് അവർ പോയി, പക്ഷേ ഞാനും ഇപ്പോഴല്ലേ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ മീര പറയാണ്, എടി അപ്പോൾ ഈ റിപ്പോർട്ടുമായിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്നാൽ പോരെ എന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, എടി ഈ റിപ്പോർട്ട് വരെ ഇനി കള്ളമാണെന്ന് അവർ പറയും, എനിക്ക് ആ ചന്ദ്രമതി അമ്മയുടെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ലണം, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം, എന്നിട്ട് മറ്റൊരു ഡോക്ടറിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒന്നുകൂടി ചെക്കപ്പൊക്കെ ചെയ്യാൻ പറ, അല്ലെങ്കിൽ നമുക്ക് ആൻറ്റിയുടെ കൂട്ടുകാരോട് പറയാം, അല്ലാതെ എങ്ങനെ വിശ്വസിപ്പിക്കാനാന്ന് പറയാൻ കേട്ടോ. ശ്രുതിയുടെ ഫോണിൽ നിന്ന് പലതവണ നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഉടനെ തന്നെ കോളൊക്കെ കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. ചന്ദ്രമതി സച്ചിയും കൂടെ ശ്രുതിയോട് ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്, ഇപ്പോഴെങ്കിലും നിനക്ക് നിൻ്റെ ഭാര്യയുടെ സ്വഭാവം മനസ്സിലായില്ലെന്നൊക്കെ, എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അവൾ പറഞ്ഞത്, ഇപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് വരെ നിന്നോട് കള്ളം പറഞ്ഞില്ലേ, അത്രമേ നിന്നെ വിശ്വസിപ്പിച്ചില്ലേ അവൾ, എന്നിട്ട് നീ എന്താ പഠിക്കാത്തത് എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഞാൻ അവിടെ പുറകെ പോവില്ല, അവളുടെ പേര് തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയാൻ പോവാണെന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയോടും സച്ചിയോടും പറയുന്നുണ്ട്. ചന്ദ്രമതി അപ്പോഴും പറയാണ്, നീ ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യും, നീ അവിടെ പുറകെ ഇങ്ങനെ പോവുകയും ചെയ്യും, ഇനി നീ അവിടെ പുറകെ പോകുമ്പോഴായിരിക്കും വിവരം അറിയാൻ പോകുന്നതെന്ന് ചന്ദ്രമതി പറയാണ്. മീരയും ശ്രുതിയും കൂടി കനകയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് കേട്ടോ.
അങ്ങനെ കനകയോട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും കനകയും പറയുന്നത്, അപ്പോൾ നീയും എന്നോട് കള്ളത്തരമായിരുന്നല്ലേ പറഞ്ഞത്? ഈ കള്ളത്തരം ഇപ്പോൾ സത്യമായ സ്ഥിതിക്ക് ചന്ദ്രമതി ഇതൊക്കെ വിശ്വസിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, നീ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്ത് നിന്നെ അവൾ രണ്ടാമത് വിളിച്ചത്. അപ്പോഴും നീ പിന്നെയും കള്ളത്തരമാണ് പറഞ്ഞിട്ടല്ലേ നീ ഒടുക്കം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ നീ യഥാർത്ഥത്തിൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ കൂടിയും അവൾ ഇനി ഇതൊക്കെ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിന്? നിന്റെ ഭർത്താവ് സുധി പോലും ഇനി നിന്നെ തിരികെ അങ്ങോട്ടേക്ക് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് കുറച്ചും കൂടി കാത്തിരുന്നൂടായിരുന്നു ശ്രുതിമോളെ എന്നിങ്ങനെ കനക പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇതിൻ്റെ പേരിൽ നീ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല. രണ്ടുപേരും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിടത്തോളം മതിയെന്നിങ്ങനെ കനകയെ അവരെ ഒഴിവാക്കി വിടുകയാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ശ്രുതിയും മീരയും കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, എടി നമുക്ക് രേവതിയുടെ സഹായം ചോദിച്ചാലോ എന്ന്. അറിയാലോ, നീ പറഞ്ഞിടത്തോളം രേവതി അത്ര കുഴപ്പക്കാരിയൊന്നുമല്ല. ആ വീട്ടിൽ ഇത്തിരി മനുഷ്യപ്പറ്റുള്ളത് രേവതി മാത്രമാണ്. രേവതിയുടെ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ അവൾക്ക് നമ്മളെ സഹായിക്കാനാവുമെന്ന് പറയാൻ കേട്ടോ. ശ്രുതിയാണെങ്കിൽ അപ്പോഴും മീരയോട് പറയുന്നുണ്ട്, ആരുടെ സഹായം തേടിയാലും അവൾ ആ രേവതിയുടെ സഹായം എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ മീര പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു കയറണോ വേണ്ടയോ? അപ്പം പിന്നെ രേവതിക്ക് മാത്രമേ നിന്നെ സഹായിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഫോൺ എടുത്ത് രേവതിനെ ഒന്ന് വിളിക്കുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രേവതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. രേവതിയാണെങ്കിൽ ശ്രുതിയുടെ കോള് വരുമ്പോൾ തന്നെ സച്ചിയും ചന്ദ്രമതിയും ഒക്കെ വീട്ടിൽ വന്ന ശ്രുതിയുടെ കളത്തരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രേവതി കോള് വരുമ്പോഴത്തേക്കും ആരും കാണാതെ മാറി നിന്നിട്ട് അവിടെ ഫോൺ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ രേവതിയോട് പറയുന്നുണ്ട്. രേവതിക്ക് അപ്പോൾ ഒരു ചെറിയൊരു സംശയം, ഇനി എന്നോടും പറയുന്നത് കള്ളത്തരമായിരിക്കുമെന്ന്. എന്തായാലും എനിക്കും കൂടെ ഒരു ബോധ്യം വരണം. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാമെന്ന് രേവതി പറയാൻ കേട്ടോ. അങ്ങനെ രേവതി നമ്മുടെ ശ്രുതിയുടെ മീരയുടെ അടുത്തേക്ക് പോവാൻ കേട്ടോ. സച്ചിയോടാണെങ്കിൽ പൂ കൊടുക്കാനുണ്ടെന്നുള്ള പേരിലാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആരോടും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ രേവതിയോടാണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട്, രേവതി, സത്യമായിട്ടും ഞാനിപ്പോൾ ഗർഭിണി തന്നെയാണ്. ആദ്യം പറഞ്ഞത് ആ വീട്ടിലേക്ക് എനിക്ക് തിരിച്ച് കയറാനായിട്ട്, ശ്രുതിയുമായിട്ട് എനിക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഞാൻ കള്ളം പറഞ്ഞത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ തന്നെ ഇപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ശരിക്കും പ്രഗ്നൻ്റ് തന്നെയാണ് രേവതി. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും അമ്മയെയും ശ്രുതിയെയും പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് രേവതിയോട് പറയാൻ കേട്ടോ. അങ്ങനെ രേവതി പറയാണ്, ഇനിയിപ്പോൾ അമ്മ കലിതുള്ളി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നീ യഥാർത്ഥത്തിൽ ഗർഭിണി ആയാൽ പോലും നിന്നെ വീട്ടിലോട്ട് കയറ്റത്തില്ലെന്നൊക്കെയാണ് ശ്രുതിയേട്ടനോട് ചന്ദ്രമതി അമ്മ പറയുന്നത് ഞാൻ കേട്ടത്. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ സച്ചിയേട്ടനോടൊന്ന് പറഞ്ഞു നോക്കാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സച്ചിയോട് ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട. നീ ശ്രുതിയെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്ക്. സച്ചിയുടെ കാര്യം അറിയാലോ, എന്നെ അവന് പണ്ടേ ദേഷ്യമാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് ശ്രുതിയോടൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ സച്ചിയേട്ടനോട് പറയാം. ഞാൻ പറഞ്ഞ സച്ചിയേട്ടൻ കേൾക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ രേവതി സച്ചിയോട് ഇത് പറയാനായിട്ട് തീരുമാനിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. നീ പൂ കൊടുക്കാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നതെന്ന് ഇങ്ങനെ സച്ചി ചോദിക്കാൻ കേട്ടോ. അങ്ങനെ രേവതി അത് പിന്നെ ചന്ദ്രമതിയും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ അവൾ പറയുന്നുണ്ട്, അത് പിന്നെ അവിടെ ഞാൻ പൂവും കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ആളില്ലായിരുന്നു. പിന്നെ അവർ വരാനായിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് എന്തോ രേവതി പറയുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുകയാണ്. കാരണം രേവതിയുടെ സംസാര ശൈലിയൊക്കെ നമ്മുടെ സച്ചിക്ക് നല്ലതുപോലെ അറിയാമല്ലോ. അതുകൊണ്ട് പൂ കൊടുക്കാൻ പോയതാണെന്ന് കള്ളം പറഞ്ഞതാണെന്ന് സച്ചിക്ക് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ രേവതിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്. രേവതി ഉടനെ അടുക്കളയിലോട്ട് കയറി പാചകം ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ സച്ചി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി, സത്യം പറ, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് പൂ കൊടുക്കാൻ തന്നെ ആയിരുന്നോ? അതെന്താ സച്ചിയേട്ടാ അങ്ങനെ ചോദിച്ചെന്ന് പറയാൻ കേട്ടോ. അല്ല, എനിക്കങ്ങനെ തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ എന്ന് പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, പക്ഷേ ദേഷ്യമൊന്നും കാണിക്കരുത്. ഞാൻ പറഞ്ഞു തീരുന്നത് വരെ ഫുള്ള് കേൾക്കണമെന്നൊക്കെ പറയാൻ കേട്ടോ രേവതി.